കളക്ഷൻ ഒരുപാടുണ്ട്. ഇവിടെയുണ്ട്, താഴെയുണ്ട്. താഴെയെല്ലാം ഫുള്ള് സിൽക്ക് സാരി എല്ലാം ഇങ്ങനെ നല്ല രസത്തിലെല്ലാം ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അലമാരി മൊത്തം എന്ന് പറയുന്നത്. ഇവിടെയും കുറേ സാരീസ് ഉണ്ട്, വെറൈറ്റീസ് ഓഫ് സാരീസ്. കോട്ടൺ, പോളി കോട്ടൺ, പ്യുവർ സിൽക്ക്. പിന്നെ ഇത് വന്നിട്ട് കലങ്കാരിയാണ്. നല്ല രസമുള്ള ഡിസൈന്. അതുപോലെ ഇതൊരു പ്യുവർ സിൽക്കിൻ്റെ സാരിയാണ്. കുറച്ചൊരു ആ ഒരു പഴയ മോഡൽ. എല്ലാ മോഡൽ സാരീസും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. എത്രയോ കാലത്തെ കളക്ഷൻസ് ഉണ്ടാവും. എല്ലാത്തിനകത്തും ഒരു ബ്ലാക്ക് ടച്ച് വരുന്നില്ല. സൂര്യനിക്ക് മെയിൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതലുള്ളത്. എനിക്ക് തോന്നുന്നു ബ്ലാക്കിൽ പല കോമ്പിനേഷൻസ് ആണ്. വേറൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ബേൽപൂരി അങ്ങനെയൊന്നും സാരിൻ്റെ പേര് കറക്റ്റ് പറഞ്ഞുതരാൻ അറിയില്ല. അപ്പോൾ ഇതിലും കണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആവാനുള്ളത്. അതുപോലെ കുറേ കോട്ടൺ, പോളി കോട്ടൺ, സിൽക്ക് അങ്ങനെ ഒരുപാട് സാരീസ് ഉണ്ട്. പിന്നെ താഴെയും കുറേ സാരീസ് ഉണ്ട്. ഇത് വന്നിട്ട് 100% കോട്ടൺ. അതിലും കണ്ടോ ബ്ലാക്ക് 100% കോട്ടൺ. നമുക്ക് തൊടുമ്പോൾ തന്നെ ആ ഒരു ഫീല് വരും. പിന്നെ ഇവിടെ വേറെയും കുറേ സാരീസ് ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് ഓരോ മോഡൽ, എല്ലാ മോഡൽ സാരീസും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് എന്താ പറയുക, ഇന്നിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ മോഡലാണെങ്കിൽ അതുണ്ട്, പണ്ട് എപ്പോഴോ ഇറങ്ങിയ മോഡലാണെങ്കിൽ അതുണ്ട്. ഇവിടെ മാത്രമല്ല താഴെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് താഴത്തെ കളക്ഷനും കൂടി കാണിക്കാം. ഇത് നീറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനിക്ക് തുറന്നു തരാം, കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒന്ന് താഴെ പോയിട്ട് നോക്കി നോക്കാം. ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും എടുക്കാം കേട്ടോ. ഇതൊരു ചെറിയ ഭാഗം മാത്രം കേട്ടോ. കുറേ ഇന്നും ഒരുപാട് അപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മെസ്സി ആയി കിടക്കുന്നതുകൊണ്ട് സൂര്യാൻ്റെ പെർമിഷൻ തന്നിട്ടില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണാനുണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. പല വെറൈറ്റീസ്. ഞാൻ പറഞ്ഞില്ലേ ഏതോ കാലത്ത് സാരി മുതൽ ഇന്നത്തെ ന്യൂ ട്രെൻഡിലുള്ള സാരി, ഇതൊക്കെ ലേറ്റസ്റ്റ് കളക്ഷനിലുള്ളതാണ് സൂര്യാൻ്റെ പറഞ്ഞത്. എല്ലാ കളേഴ്സിലും എല്ലാ മെറ്റീരിയൽസിലും എല്ലാ കാലഘട്ടത്തിലുള്ള സാരീസും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഒരു മിനി തുണിക്കട എന്നൊക്കെ പറയുന്ന സെറ്റപ്പിൽ നമുക്ക് പോവാം. മോസ്റ്റ്ലി ഉള്ളതിൽ എല്ലാത്തിലും ഒരു ബ്ലാക്ക് കോമ്പിനേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ പല വെറൈറ്റീസ് ഓഫ് കളറിലും സാരീസ് ഉണ്ടാവാറുണ്ട്. ഞാൻ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സാരിയൊക്കെ മോഷ്ടിച്ചിട്ട് ഷൂട്ടിന് കൊണ്ടുപോകാറുണ്ട്. പിന്നെ എല്ലാതെയും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒക്കെ എടുക്കാറുണ്ട് സൂര്യനീൻ്റെ സാരി കളക്ഷൻസ്. ഈ ഒരു ബ്ലാക്ക്, ഗ്രീന്, പിങ്ക് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് 12,000 സാരിയാണ്. അതുപോലെ തന്നെ എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള സാരീസും ഞാൻ പറഞ്ഞില്ലേ ഒരു മിനി സാരിക്കട എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമാണ് ഈ സാരി കാണാൻ വേണ്ടിയിട്ട്. ഓപ്പണിങ് ആയിട്ട് ഇതിൽ പിങ്ക്, അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് ഉണ്ടോ ഗ്രീന്, ആ കോമ്പിനേഷൻ വരുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ ഞാൻ വേറെയും കുറച്ച് സാരീസ് കാണിച്ചു തരാം. നമ്മുടെ ഗ്രീൻ ആൻഡ് എന്താ പറയുക സൂര്യൻ ഉദിച്ച പോലത്തെ കളർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിങ്കും റെഡും ആ ഒരു ത്രെഡ് ഇങ്ങനെ വന്നിട്ട് എന്താ പറയുക നെയ്ത്തിട്ട് ഊടും പാവും രണ്ട് കളേഴ്സിൽ വരുന്നതുകൊണ്ട് ആ ഒരു ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് ആ കളറ്. ഇതൊക്കെ ഇങ്ങനെ മടക്കി സെറ്റാക്കി വെച്ച സാധനം നിവർക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്നാലും ഈ ഒരു കളക്ഷൻസ് ഒക്കെ അടിച്ചു മാറ്റാൻ വരും ഫോട്ടോഷൂട്ടിന്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതൊക്കെ കാണാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ആ ടൈമിൽ ഞാൻ മെൻഷൻ ചെയ്തിടാം ഇതൊക്കെ സൂര്യനീൻ്റെ കളക്ഷൻസ് ആണ് എന്നുള്ളത്. ബോർഡറും കണ്ടോ ഗ്രീനും ആ ഒരു വയലറ്റ് കളറും മൂടും പാവും അങ്ങനെ വരുന്നതുകൊണ്ട് അവിടുത്തെ ഒരു 2 ഷെയ്ഡായിട്ടാണ് വരുന്നത്. നമ്മളെല്ലാ സ്ഥലം നോക്കുകയാണെങ്കിലും ഇവിടുന്ന് ഇപ്പം ഞാൻ നോക്കുമ്പോൾ പിങ്കും ഓറഞ്ചും. അത് എത്ര വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പം അതുപോലെ തന്നെയാണ് ഈ ബോർഡർ വരുന്ന സമയത്തും. കാണുന്നുണ്ടോ എനിക്കറിയില്ല. പിങ്ക് ചില സമയത്ത് പിങ്ക് കാണുന്നു, ചില സമയത്ത് ഗ്രീന് കാണുന്നു. ആ ഒരു മോഡലിലാണ് വരുന്നത്. ഇതൊക്കെ ഞാൻ തിരിച്ച് ഇതുപോലെ തന്നെ മടക്കി വെക്കണം. ഈ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ട്. ഗ്രീനും ബ്ലൂവും, പാരറ്റ് ഗ്രീനോ അങ്ങനെ എന്തോ ആണ് ഈ ഗ്രീനിന് പറയാൻ തോന്നുന്നു. ആ കളറ് ആ ബ്ലൂവിൻ്റെ കൂടെ വരുന്ന സമയത്ത് നോക്കി നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല
മെറ്റീരിയൽ ചൂടെടുക്കുകയില്ല അത്രയും. എനിക്ക് തോന്നുന്നു ഇത് സിൽക്ക് മെറ്റീരിയലാണ്, ജൂട്ട് മെറ്റീരിയലോ അങ്ങനെ എന്തോ ആണ്. ഇത് ഗ്രീനിൽ വയലറ്റ് വരുന്നൊരു കോമ്പിനേഷൻ. ബ്ലൗസൊക്കെ വെച്ച് അങ്ങനെ സെറ്റായിട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ എനിക്ക് എന്തോ ഒരു മടി പോലെ. എന്നാൽ ഞാൻ എൻ്റെ ഷൂട്ടിന് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതൊക്കെ കാണിച്ചു തരും. പിന്നെ ഈ ത്രെഡ് വർക്ക്സ് വരുന്ന സാരി, ഇത് ബോർഡറാന്ന് തോന്നുന്നു. ബോർഡറാണ്. അതിൻ്റെ ആ വർക്ക്സൊക്കെ നോക്കി ഭയങ്കര പെർഫെക്റ്റായിട്ട് നല്ല രസത്തിലില്ലേ, കളർ കോമ്പിനേഷനും എല്ലാം ഒരു പേസ്റ്റൽ കളേഴ്സ്. ഏത് മോഡൽ വേണ്ടിയിട്ടും ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പം എന്നാൽ ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ ഉണ്ട്. കോമ്പിനേഷൻ വരുമ്പം ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കളർ ടോൺ. ഇപ്പം ഇങ്ങനെ ഞാൻ തിരിക്കുന്ന സമയത്തൊരു ഗ്രീനിഷ് അടിക്കുന്നുണ്ട്, ഇങ്ങനെ വയ്ക്കുന്ന സമയത്തൊരു പിങ്കിഷ് ടോൺ അടിക്കുന്നുണ്ട്, കുറച്ചൊന്നും ഇങ്ങനെ ചരിക്കുമ്പോഴത്തേക്ക് ബ്ലൂ ടോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉടുത്തിട്ട് പോകുമ്പോഴും ഓരോ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ ഓരോ കളേഴ്സാണ് ഫീൽ ചെയ്യുക എല്ലാവർക്കും. പിന്നെ ഇത് ബ്ലാക്ക് ആൻഡ് ആഷ്. ബ്ലാക്ക് ആൻഡ് ആഷ് എനിക്ക് തോന്നുന്നു സൂര്യാൻ്റിക്ക് കുറേ ഉണ്ട്, 9 എണ്ണം ഉണ്ട് പോലും, പല വെറൈറ്റീസിൽ. അതുപോലെ വെള്ളയും കറുപ്പും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് സൂര്യാൻ്റിക്ക്. കറുപ്പ് മിക്ക സാരീൻ്റെ അകത്തും കറുപ്പുണ്ടാവും. അപ്പോൾ ഇത് ഓറഞ്ചും ബ്ലാക്കും വരുന്നത് നമ്മൾ നേരത്തെ മേലെ കണ്ടില്ലേ, അതുപോലെ ഇപ്പം ഞാൻ ഇവിടെ എടുത്തു വെച്ചൊരു ഗ്രീൻ പിങ്ക് ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. ഇത് വന്നിട്ട് ബനാറസ് സാരി, നല്ല അതുപോലെ തന്നെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ, ബാഗ് ഉടുക്കാൻ എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നു. നല്ല കളറാണെങ്കിലും ഡിസൈൻ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ബോർഡർ ഉള്ളിലോട്ടാണ്, എനിക്ക് തുറക്കാനുള്ളൊരു വിഷമമുണ്ട്. അതുകൊണ്ട് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം വൃത്തിക്ക്. പിന്നെ സെറ്റ് സാരിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് മാത്രം ഹാങ് ചെയ്തിട്ടുള്ളത്, ഒരുപാട് ഇവിടെ താഴെയും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ട്രെൻഡിങ് സാരി, ഒരു കാലത്ത് ഇൻസ്റ്റഗ്രാം റൂൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻഡിഗോ സാരി, നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ, നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ റയോൺ എന്നുള്ള മെറ്റീരിയലിൽ ഇടുക. ഇത് വരുന്നത് ഇതിന് വൈറ്റ് ബ്ലൗസ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എൻ്റെ അടുത്ത് ഏകദേശം ഇങ്ങനത്തെ സാരി ഉണ്ട്, പക്ഷേ ഇത്ര നല്ല മെറ്റീരിയൽ അല്ല, അത് റയോൺ മെറ്റീരിയലാണ്. ഇത് വേറെ തന്നെ എന്തൊരു, എനിക്ക് മെറ്റീരിയലിൻ്റെ പേര് ശരിക്കറിയില്ല, പക്ഷെ അടിപൊളി. പിന്നെയും ഒരുപാട് സാരി കളക്ഷൻസ് ഉണ്ട് എനിക്ക് കാണിച്ചു തരാൻ. എന്താ പറയുക, അത്രയും സാരി വലിച്ചിട്ട് തിരിച്ച് മടക്കി വെക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്നാൽ ഞാൻ ഓരോ ഷൂട്ടിന് വരുന്ന സമയത്ത് ഞാൻ ഓരോ സാരി ഇവിടെ നിന്ന് അടിച്ച് മാറ്റി എന്തായാലും കാണിച്ചു തരാം. ഇതൊക്കെ ടെസാർ എന്നാണ് ഈ മെറ്റീരിയലിൻ്റെ പേര്. അടിപൊളിയായിട്ടുള്ള സാരി അല്ലേ. ഏതൊക്കെയോ സുരംഗിൻ്റെ 60th ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഇതാണോ? ഇതാണല്ലേ, ഓക്കെ. ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്, നിഷാൻ്റെ ഗിഫ്റ്റ് കൊടുത്ത സാരിയാണ്. നോർമലി എല്ലാവരും സൂര്യൻ്റെക്ക് ഗിഫ്റ്റ് വരുമ്പോൾ ബ്ലാക്ക് തന്നെ കൊടുക്കാറ്. ഇത് നിഷാൻ്റെ വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. സാധാരണ നിഷാൻ്റെ സൂര്യൻ്റെ എപ്പോഴും ബ്ലാക്ക് ഇടുന്നതുകൊണ്ട് അധികം ആൾക്കാർ വാങ്ങിക്കൊടുക്കുമ്പോൾ ബ്ലാക്ക് തന്നെ വാങ്ങിക്കൊടുക്കും. ഇത് നിഷാൻ്റെ കുറച്ച് വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. ഈ കളറും നല്ല രസമുണ്ട്. പിന്നെ ഒരുപാട് സാരി കളക്ഷൻസ് എനിക്ക് കുറേ കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷെ ഇങ്ങനെ തുറന്ന് എടുത്ത് കാണിച്ച് പിന്നെ നമ്മൾ തിരിച്ച് മടക്കി വയ്ക്കണം എന്നിട്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അടുത്ത് ഓരോ ഷൂട്ടിനും ഓരോന്നിട്ടിട്ട് ഇതിങ്ങനെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാത്തിലും മെൻഷൻ ചെയ്യും സൂര്യാൻ്റെ ഈ സാരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് കളക്ഷൻസ് കാണാൻ പറ്റും. അപ്പം സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊക്കെ കാണാൻ പറ്റും നാളെ ഞാൻ ഓരോന്ന് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.